ഹായ് ZTH, ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. വള സ്റ്റോറി ഓഫ് എ ബാങ്കിൾ, സംവിധാനം മുഹാഷിൻ. അഭിനയിച്ചിരിക്കുന്നത് ലുക്മാനും ധ്യാൻ ശ്രീനിവാസനും. അവർ കൂടാതെ രവീണ രവി, ശീതൽ ജോസഫ്, വിജയരാഘവൻ, ശാന്തകൃഷ്ണ എന്നിവരൊക്കെ ഉണ്ട്. തുടക്കം എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഒരു യുണീക്ക് തീമായിട്ട് തോന്നി. തുടക്കത്തിൽ ഒരു 15-20 മിനിറ്റൊക്കെ തോന്നി ഇത് കൊള്ളാമല്ലോ, ഇത് രസകരമായിരിക്കും എന്ന് തോന്നി. പക്ഷേ അല്ല. അതിനുശേഷം ഉള്ള ഒരു 2-2.25 മണിക്കൂർ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തൊരു കഥയാണ്. അതായത് തമാശയാണെന്ന് വെച്ചാൽ തമാശയുമല്ല, വളിപ്പാണെന്ന് വെച്ചാൽ വളിപ്പമല്ല, എന്നാൽ വളരെ സീരിയസ് ആയിട്ടൊരു സംഭവം വെച്ചാൽ അതുമല്ല, ആക്ഷനാണെന്ന് വെച്ചാൽ അതുമല്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു പടം. ഒരു രീതിയിലും നമുക്ക് എന്നാൽ ഒരു കുടുംബചിത്രമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ സ്ത്രീ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ലൈറ്റിൽ കാണിക്കുന്ന, അതായത് ഇവർക്ക് ഒരു കാര്യമകത്ത് ചിന്തയുള്ളൂ എപ്പോഴും. അതായത് ഒരു നാട്ടിൽ നടക്കുന്ന സംഭവമാണ്, ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അവിടെ ഈ പ്രത്യേകിച്ച് 2 സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യം, ഈ വള എന്ന് പറയുന്ന കാര്യം അല്ലാതെ വേറെ ഒരു കാര്യം ചിന്തിക്കാനില്ല, പറയാനുമില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, പൊളിറ്റിക്കലി ആണെങ്കിലും റിലീജിയസ്ലി നോക്കുവാണെങ്കിലും വല്ലാത്ത ഒരു വളരെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു നൂൽപ്പാലത്തിൽ കൂടിയാണ് ഈ പടം പോകുന്നത്. പക്ഷേ തൽക്കാലം ആ ഡിബേറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം തൽക്കാലം ഇതിന് സിനിമയായിട്ടും കഥയായിട്ടും കഥാപാത്രമായിട്ട് എടുക്കാം. ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെയാണ് എന്ന രീതിയിൽ എടുക്കാം തൽക്കാലം. അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെയും നമുക്കൊരു രീതിയിൽ എൻ്റർടൈനിങ് അല്ല. ലുക്മാൻ ഒരു പോലീസുകാരനാണ്. ലുക്മാൻ്റെ ഭാര്യ ഒരു വള ആഗ്രഹിക്കുന്നു. അതാണ് മെയിൻ പ്ലോട്ട്. ഏകദേശം മനസ്സിലാകുമായിരിക്കും നിങ്ങൾക്ക് തന്നെ. അത് ട്രെയിലറോ അല്ലെങ്കിൽ പോസ്റ്ററോ കാണുമ്പോൾ ഏകദേശം ഊഹിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ വളയാണ് ഇതിൽ മെയിൻ തീം. ഈ വളയുടെ പുറകെ ഇപ്പം ഞാൻ ഇന്ന് കണ്ട 2 പടങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് വളയും ഒന്ന് മിറാഷുമാണ്. അപ്പോൾ ഈ മിറാഷാണെങ്കിൽ ഹാർഡ് ഡ്രൈവിൻ്റെ പുറകെ പോകുന്നൊരു സംഭവമാണ്. ഇത് വളയുടെ പുറകെ പോകുന്ന സംഭവമാണ്. ഈ വളയുടെ പുറകെ എന്ന് പറഞ്ഞാൽ ഈ വള 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 എന്നുള്ള സംഭവം തന്നെ മൊത്തം ഈ വള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേകിച്ച് 2 സ്ത്രീ കഥാപാത്രങ്ങളുടെ സംഭവം എന്ന് വെച്ചാൽ ഈ വള ആണ് മെയിൻ ഫോക്കസ്. അപ്പോൾ അത് ഒരു രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഇതിൽ കാണിക്കുന്ന വില്ലന്മാരെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കോമഡി പീസുകൾ. അതായത് ഇത് പണ്ടത്തെ ജൂനിയർ മാൻഡ്രേക്ക് പോലുള്ള പടങ്ങളെ കാണിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അന്നത്തെ കാലം സഹിക്കാൻ പറ്റിയല്ലോ. പക്ഷെ ഇപ്പം ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ വളരെ വളരെ കൺവീനിയൻറ്റ് റൈറ്റിങ്ങും. അതായത് അവർക്ക് ആവശ്യമുള്ള പലതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ചുമ്മാ വെറുതെ. ലുക്മാൻ കഥാപാത്രം തന്നെ ഒരു സമയത്ത് ഒരു രീതിയിലാണെങ്കിൽ വേറെ സമയത്ത് വേറെ രീതിയിലാണ്. അപ്പോൾ അതൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ആ സമയത്ത് ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി, അതായത് അവർ വിചാരിച്ചാണ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുമെന്ന് കാണികൾക്ക്. പക്ഷേ എനിക്കങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ അപ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് വെച്ചാൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചുമ്മാ പല കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതും ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ പെർഫോമൻസസ് പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാൻ, ലുക്മാൻ ആണെങ്കിലും ധ്യാൻ ശ്രീനിവാസൻ ആണെങ്കിലും വിജയരാഘവൻ ആണെങ്കിലും ശാന്തകൃഷ്ണ ആണെങ്കിലും ഇവരുടെ ഒന്നും അഭിനയമോ പെർഫോമൻസോ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനില്ലാത്ത കാര്യങ്ങളാണ്. ഈ ഒരു മൂവി ടെക്നിക് അത് പലപ്പോഴും ഹിസ്റ്ററിയിൽ ഒരുപാട് ആയിരക്കണക്കിന് പക്ഷേ പടങ്ങളിലുള്ളതാണ്. മലയാളത്തിലാണെങ്കിൽ ഇൻഹരിയറിനകത്തുള്ള പെട്ടി, അല്ലെങ്കിൽ കാബൂളിവാലയിലെ ബ്യൂഗിൾ ഒക്കെ. അപ്പോൾ അതേ കണക്കാണ് ഇതിൽ, അല്ലെങ്കിൽ ജൂനിയർ മാൻഡ്രേക്കിലെ പ്രതിമ. അപ്പോൾ അതേ കണക്കാണ് ഇതിലെ വള. പക്ഷേ ഒരു രീതിയിലും എഫക്റ്റീവായിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് അല്ല. അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നിയത് ടു മച്ച് ഫസ് അബൌട്ട് നത്തിങ് എന്നുള്ളൊരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. 1 star out of 5 ഫോർ വള. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അതുപോലെ എൻ്റെ റേറ്റിംഗ്സ്, അതായത് ഈ സ്റ്റാർ റേറ്റിംഗ്സിന് കൊടുക്കുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൾക്കാർ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്തോളൂ. ടാറ്റാ.